മോട്ടിക്കാൻ പറ്റിയ ഡ്രസ് താക്കോലം തരില്ലേ? ഞാൻ പറയട്ടെ, മുഖത്തിന് മാസ്ക് ഇട്ടാൽ മുഖത്തിന് മാസ്ക് ഇട്ടാൽ. എടാ ഒരുത്ത വണ്ടി പട്ടികൾ വണ്ടി. ഹലോ ബ്രോ, വണ്ടി കുറച്ചപ്പുറം നമ്മള് ആദ്യത്തെ റാപ്പിന് വേണ്ടി പോയായിരുന്നു. അതിനാണ് റാപ്പൊന്നും ഇപ്പൊ ശരിയാവൂലടാ. പൊന്നാണ് ഞാൻ കണ്ട ചോരാണ്, ചൊരത്തിളക്കുന്ന കേരളമാണ്. ഞാൻ പറഞ്ഞു 50.1 കറിയില്ല മോട്ടിക്ക്. നമ്മള് നാരം തമ്പിയാണെന്ന് പറഞ്ഞു. അറിയില്ല ഞാൻ സൗണ്ട് മാറ്റി സംസാരിക്കും. ഓക്കെ വണ്ടി റിപ്പയർ തോക്ക് വേണോടാ കയ്യില്? അതാണ് ഞാൻ ചോദിക്കുന്നത്. തോക്കകത്ത് മോട്ടിക്കാണ് കയറുന്നത്. മോട്ടിക്കാൻ നിഷ്കളങ്ക. അതാണ് പറയുന്നത്. ലോക്കറിനെ കൊണ്ട് ഈ പറയാൻ പറ്റത്തില്ല. കൊതി എത്തിച്ചാലേ നമ്മളെ അങ്ങനെ ചെയ്യോ? പോവാന് പുതിയ ആൾക്കാരുണ്ട് പറഞ്ഞത്. നമ്മളെ പരിചയക്കാരൻ അവിടെ പോകുന്നു. അവിടെ ഞാൻ ഫോട്ടോ ഒക്കെ അടിച്ച് മാറ്റുന്നു. അത് വിറ്റാൽ തന്നെ കൊറേ പൈസ കിട്ടും. ആരെയും തൂക്കി കഴിഞ്ഞാൽ നമ്മള് പിച്ച കണ്ടാ വന്നേന്ന് പറയാം. വള്ളിയാണേ മറ്റവന്മാരാണേ. നിർത്തി കൊടുക്ക്. ആരടാ നമുക്കെന്താ എന്താ ചെയ്യുന്നത്? അമ്മരെന്തോ എന്തൊരു വള്ളിയാണേ, ഉറപ്പാണേ. പടവലിങ്ങനെ വള്ളിയാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിருக்கு. സുഖമായിരിക്കും സുഖമാർക്ക്. തമിഴ്നാട്ടിൽ ചാണകം വരാൻ പോകുന്നു. അണ്ണ വരുന്ന കൃഷി ഇരിക്കേ നമുക്ക് ഇറങ്ങി കേറുവാ. ഇറങ്ങിപ്പോയോ? ഇത് ഏത് ഫുണ്ടാ? മെറ്റാ ഫുണ്ടാ? ഈ ചക്കനെ കൂടെ സഹിക്കണോ? ഈ ഫുണ്ടച്ച് നമുക്ക് അടുമ്പാണ് കേട്ടോ. അവന് ടി വി കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. ഹലോടാ ഡാമേ ഫോളോ ചെയ്ത് വണ്ടി കൊണ്ട് മൈലേജ് ഇല്ല കേട്ടോ, പറയാതിരിക്കാ വയ്യ. ഇവ എന്റെ ഫോളോ ചെയ്ത് പിടിക്കില്ല. അടിച്ച് ടയറൊക്കെ പിടിച്ചാലോ. ഒറ്റ മൈൻഡ് അല്ല അപ്പൊ ഇവന്റെ മാരാണ് നമ്മുടെ കയ്യിലായിരിക്കോട്ടെ. ഇങ്ങനെ റോഡിലോട്ട് മുകളിലോട്ട് എടുക്കും. നിങ്ങൾ അനിയ ചിലപ്പോ ബർജിലിറ്റി തന്നെ ചവിട്ട. എടാ എന്റെ അല്ല വെറുതെ എന്റെ ചോര അല്ല അത് വേറെ ചോരയാണെന്ന് പറഞ്ഞു. പണ്ട് ഓടിച്ചത് നിന്നെ വെടിവെച്ചോട്ടാ. മുന്നോട്ട് പോയപ്പോ അടുത്ത് തോട്ടി കളഞ്ഞാനെ ഓർമ്മ വരുന്നടാ. ബാബമോൻ ഓർമ്മ ഉണ്ടോ? ഇതേ സാധനം ബാബമോനാട്ടാ. താഴെ പോയിക്കോളൂ. അതാണ് നമ്മളെല്ലാരും പോവാൻ പാടില്ലേ? ആ പൊളി.
നിന്നോട് പറഞ്ഞ എന്നെ വേണോടാ പറയാൻ. വണ്ടിക്ക് പെട്രോൾ അടിക്കട്ടെ, നീ ഒരു കഴിവേറി തന്നെടാ. വണ്ടിക്ക് പെട്രോൾ അടിക്കട്ടെ. ആ പൊട്ട നിന്നോട് ഞാൻ ഒരു പണി പറഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ നിൽക്കുന്നേ? അല്ല നിന്നോട് ഞാൻ ഒരു സാധനം പറഞ്ഞില്ല, അത് പോയി ചെയ്യടാ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സിറ്റിയില് പുതിയതാ ബ്രസിലാക്ക്. എടാ പുതിയ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പോയിട്ട് ചെയ്യൂലേ? മോനെ അന്ന് ഇങ്ങോട്ട് വരുവോ? അതെന്താ സ്റ്റക്കാണ് ഞാൻ. സ്റ്റക്കായി കിടക്കണം ചെല്ലി. ആളെ കൂടി വന്നേട്ടപ്പോ നമ്മ സൈഡാക്കി, നമ്മ വണ്ടി സൈഡാക്കി. ആളെ കൂടി കോളെടുത്ത് നമ്മളെല്ലാരും പോവാൻ പാടില്ലേ അതുകൊണ്ട് ഹലോ, ഞാൻ ഇല്ല നോക്ക്. വണ്ടി എടുക്കുക. മറ്റേ വണ്ടി ഏതായിരുന്നു? മറ്റേത് മാറ്റി വണ്ടി തരാന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടി പുതിയ വണ്ടി കിടക്കണ്ടില്ലേ? ആ ഇതല്ല, ഓട്ടിക്കാൻ പോണ വണ്ടിയാടാ ഇത്. എനിക്ക് വണ്ടിക്ക് എത്രയാണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ വണ്ടിയൊക്കെ ഇരുന്നിട്ട് അവര് ചോദിക്കത്തില്ലേ ഇത്രയും വണ്ടിയൊക്കെ ഇരുന്നിട്ടാണ് എടാ ഇത് കണ്ടാ മോട്ടിക്കാൻ വേറെ ഒരു കൂറ വണ്ടി മറ്റേ ലോറി മതി, ടിപ്പർ തന്നെ മതിടാ. ഒരു വെറൈറ്റി സാധനം ഇടാ, പാണ്ടിപ്പട കളിച്ചു പോയാ. ആ അത് മതി, അതാണ് ആവശ്യം. ഇത് കൊള്ളാവും. ഇതെങ്ങനെ ഇരിക്കതില്ലേ? ഇല്ല ഞാൻ ഓട്ടിക്കാം. നീ പോണ ഇറങ്ങി. ഞാൻ അപ്പുറത്തോട്ടാ കേറാം. വെയിറ്റ് ചെയ്ത് ബാക്കിലിരുന്നിട്ട് കത്തിയും കുടകളൊക്കെ ഇടിച്ചു വന്നു. വണ്ടി വിട് അവൻ വന്നോളും. അവൻ വരുമ്പോ മൂവ്മെന്റ് തെറിച്ചു പോകുന്നുണ്ടെങ്കിൽ പറയണേ. എന്താ തിരിയില്ലടാ ഉറപ്പാണ്. ഗ്യാങ്സ് കേറാൻ പാടില്ലല്ലോ, വേറെ ഗ്യാങ്സ്. നമ്മള് റോബറി ചെയ്യുമ്പോ എന്താ പെർമിഷൻ ചോദിച്ചിട്ടാ കേറുന്നത്? അത് ശരിയാണല്ലോ അല്ലേ? പിന്നെ നിങ്ങൾ എന്താ തേങ്ങയാണ് പറയുന്നത്? ശരിയാണല്ലോ. വരുന്നത് വഴി തങ്ങത്തില്ല. വരുന്ന വഴി തങ്ങത്തില്ല. അത് ആരില്ലേ? ഹോൺ അടിക്കില്ലേ? വന്നോളാം. അപ്പൊ നമുക്ക് പോവാം. അവൻ വല്ലോ ഒന്ന് അലച്ചു വന്ന് പട്ടിക്കാൻ റോബർക്ക് വണ്ടി റിവേഴ്സ് തിരിക്കട്ടെ. മാറാ. കള്ളം വീഴും വീട്ടിന്റെ ഫ്രണ്ട് വഴിയാ. ഞാൻ പ്ലാൻ പറഞ്ഞുതരാം. മണ്ടമ്മ എടാ വേട്ടാ വളിയാ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഓട്ടിക്കുന്നത്. അത് കറക്റ്റ് ആണല്ലേ? ബാക്കി സോറി. ഓരോടെ ഇരിക്കട്ടെ വീണേ, അത് കുഴപ്പമില്ല. വീട് നീ പിടിച്ചായിരുന്നു. നമ്മളെ കത്തിച്ചെന്ന് പറഞ്ഞിട്ടാക്കുവണ്ണ. എല്ലാരും പതുക്കെ മൂവി ഇത് മോട്ടിച്ച് ശീലമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നാരൊന്നും പോയാ വഴിക്ക്. അർജന്റ് പോയി, അർജന്റായി പറഞ്ഞു പോയി. എടാ ഇത് ചതിച്ചതായിരുന്നു. ടീമൊക്കെ കോൾ കൊടുക്കാൻ പോയേക്കാം. നമ്മളെ ഈ കടന്നിൽ ചാടി, ഞാൻ കടന്നിൽ ചാടിച്ചാവും കേട്ടോ. ഞാൻ വെള്ളം ബോട്ടിൽ നീന്തി എന്റെ പണ്ട് തൊട്ടുള്ള വീട് ചെറുതായിട്ടൊക്കെ പോയി. ഇവിടെ പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ എന്തുണ്ടാക്കാനാടാ? കോള് പറഞ്ഞിട്ട് പോട്ടെ, നമുക്ക് പേടിയാ പോട്ടിക്ക്. കാര്യം പറയട്ടെ, വീട്ടിനകത്ത് തന്നെ കയറണ്ടേ? ഇതിന്റെ അതൊന്നും എന്തിനടിച്ചോണ്ട് പോവാനാ? വീട്ടിനകത്ത് സാധനം ടീമാണ്. ഇവിടെ ഒന്നും വീട്ടിനകത്ത് കയറാം. കോള് വരുമ്പോ മര്യാദക്ക് കേക്കണം കേട്ടാ. ഇവിടത്തെ കയറാറുണ്ടോ? ഞാൻ കുടിച്ചോ? നീ കുടിച്ചോ? அப்ப நான் பொட்டனா இத்தனையும் நான் செய்து கொண்டிருக்கேன் நான் பொட்டனா സോറി അമ്മ പറഞ്ഞിട്ടുണ്ട് നനയാൻ പാടില്ലെന്ന്. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഹാ റോക്കറ്റ്. വാ കേറ്
തുറക്കണില്ലടാ. കുത്തക്കുള്ള ടീമാണ്. രണ്ടെണ്ണം അടിച്ചിട്ട് തുടങ്ങിയാ മതി. ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുള്ള ഒഴി ഒഴി. രണ്ടെണ്ണം അടിക്കാം. ഇതാണ് അടുക്കള. ഇതാണ് അടുക്കള. വേറെ വാ പോവാ. കുപ്പി കിട്ടി വാ പോവാ. ഇങ്ങനെ പേടി. സ്റ്റോക്ക് ഉണ്ട്. ഫസ്റ്റ് വെച്ചോട്ടെ. ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കോള് തരും. ന്യൂബോളിനെ വിശ്വസിക്കാതെ. മച്ചു ഞാൻ കാര്യം നടന്നു. നിന്റെ തറവാട് വീടാണോ ഇത്? ഇതെന്റെ തറവാട് വീടൊന്നും അല്ല. ഇതിന്റെ ഓരോ മൂവ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം മൂവ് ചെയ്യണം. ഇത് കുറവാണ്. ഞാൻ കാര്യം വേണ്ടാണ്. അറിയാൻ മച്ചു. റേഡിയോയിലുള്ള എല്ലാവർക്കും കേൾക്കാവോ? അറിയാൻ മച്ചൂടെ ഇത് കൊള്ളാടാ. വാട്ട സാധനം ഇവിടെ അവന്മാരെ ടൂൾസ് ഉണ്ടാവും, പക്ഷെ ബുദ്ധി നമ്മളെ കയ്യിലാവുള്ളേ. ഇങ്ങോട്ട് വാ. ടൈറ്റ് വീടിലൂടെ പോവാ. എടാ ഇവിടെ വെച്ചോണ്ട് ആരും ഇറങ്ങി പോയില്ല. നാളെ ഒരു മീറ്റർ കയറി വരും. വേറെ ലെവൽ ഇതായിരിക്കും. എനിക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് കണ്ണു കണ്ടുകൂടെ. ആ ടി വി അങ്ങോട്ട് ടി വി ഇട്. പൊട്ടത്തിൽ ടി വി ഇട്. നമ്മളാണാ വന്നേ. ഇത് നമ്മളെ തറവാട് സ്വത്തൊന്നും അല്ല. ഇരുന്ന് ടി വി കണ്ടോണ്ടിരിക്കേ. പൊന്നു മണ്ട. ടി വി എടുക്കാൻ ഒരു ഈ ടി വി എടുത്ത് ബാഗിൽ കയറ്റാനാ. ഇങ്ങോട്ട് വാ. ഇതൊക്കെ എടുക്കാൻ പറ്റും. ടി വി എടാ മണ്ടയിലോട്ട് ഇപ്പൊ കേറല്ലേ. സൂക്ഷിച്ചു കയറണം. വണ്ടി കൊണ്ട് വെക്ക്. ലോഡി അടിക്കാൻ അവിടെ എനിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ കൊലയെടുത്ത് വാ. ഫ്രിഡ്ജ് കണ്ടേ. ആ പതുക്കെ മണ്ടയിൽ എടാ ഞാൻ പറയുന്ന കോള് കേക്ക്. പതുക്കെ കേറ്. റേഡിയോ പറ. പതുക്കെ കേറ്. എന്താ രസം. നീ കൈ വീശിടാ എടുക്കൂ ഇവിടുന്ന്. പറഞ്ഞ ഇവര് വെട്ടും കൊട്ടും പരിപാടിയാണെന്ന്. ഇവര് പാട്ടുകാരാണെന്നാണ് തോന്നുന്നത്. പാട്ടുകാരുണ്ടോ? വലിയ മിക്സറൊക്കെ ഇരിക്കല്. സാധനം എന്തെങ്കിലും എടുത്തോളൂ. കസാര എടുത്തോ. കസാര സ്പീക്കറൊക്കെ എടുത്തോ. ഗിറ്റാർ വായിക്കുന്നതിന് കഴിയുന്നതാണ്. ഇവിടെ ഗിറ്റാർ എടുത്ത് പോവാം. ഗിറ്റാർ എടുത്താ അവരൊന്നും എടുക്കാൻ പറ്റത്തില്ല. നീയൊന്നും എടുക്കണ്ട. നമ്മളെടുത്തോളാ. നീ ഡ്രൈവർ. മണ്ട നീയാണ് ലീഡർ. മനസ്സിലായോ? നീയാണ് ലീഡർ. നീയാണ് എന്തായാലും എടുക്കട്ടെ. ഫോട്ടോക്ക് നല്ല റേറ്റ് ആണ് ഇവിടുത്തെ. ഏതൊക്കെ എന്തെങ്കിലും കാണും. എടുത്തോ ഇത് നോക്കി വെച്ച് കഴിവേണ്ടി വരും. രായണ്ണന്റെ മുണ്ട്. രായണ്ണന്റെ ചുമന്ന മുണ്ടെടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പ് എടുത്തിട്ട് ടി വി മോണിറ്റർ അല്ലായിരുന്നു. പട്ടി അങ്ങോട്ട് നീ ഒന്നും എടുക്കണ്ട. അവര് വരുമ്പോ അവര് അപ്പൊ നീ നിന്നു കൊടുത്താൽ മതി.
ക്യാമറ ഈ ടി വി ചെന്നോണ്ട് പോകാൻ പാടാൻ പറ്റില്ല. ഇതിനൊരു 50 ലക്ഷം കിട്ടും. ഈ പൈസ ഒന്നും എടുക്കാൻ പെയിന്റിങ് എടുക്കണമെന്നാണ് ആ ടിവിക്ക് എത്ര കോടി ഉണ്ടാവും അണ്ണാ? ജിമ്മാ ജിമ്മ പോണ നിന്റെ സ്ഥലത്തി പുറത്തേക്ക് ബോക്സ് ഇതെടുത്തോ. നിന്റെ സാധനം പൈസ എടുത്താ ഓക്കെ എത്ര കോടി ഉണ്ടാടാ അണ്ണ? എത്ര കോടി പാവപ്പെട്ടാരും വീട്ടിൽ തന്നെയാ മതി. രായന്റെ മുണ്ട് രായന്റെ മുണ്ട് അവിടെ നിന്ന് എടുത്തുകൂടി വരും. അത് രായന്റെ മുണ്ട് എടുത്തുകൂടി വരും. എനിക്ക് രായന്റെ കണ്ണാടിയുടെ ആവശ്യമാണ്. രായന്റെ കണ്ണാടി നോക്കട്ടെ. രായന്റെ നിപ്പ് ഇവിടെ ഇല്ലെന്നാ കേട്ടത്. രായന്റെ കണ്ണാടി റൂമിനകത്ത് കക്കാൻ കാണും. പൊന്നു ചേച്ചി എടാ രായന്റെ കണ്ണാടി കിട്ടിയ എനിക്ക് പറഞ്ഞേ. നിനക്ക് ടി വി ആണെങ്കിൽ ഒന്നുകൂടെ എടുക്കും. രായന്റെ കണ്ണാടി കിട്ടി. എവിടുത്തു മോനെടാ എടുത്തുള്ളാട്ടാ. 1 കോടി കിട്ടുമായിരിക്കും. ഈ പൊട്ടനെ നിന്റെ അനിയത്തിയാക്കി എല്ലാം വഴിയെടുത്തു. വഴി എവിടെയാ? ഏത് വഴി ഇറങ്ങാ? വഴി എങ്ങോട്ടായിരുന്നു? എങ്ങനെയാണ് എൻട്രൻസ്? നീ എന്നടാ പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നേക്കോട്. സോറി എത്തി ഇങ്ങോട്ടാ. അറിയാ വഴിയേറ്റി പോലെ ഒരുമിച്ച് എവിടെയാ വഴി? ഇത് വഴിയില്ലാത്ത വീടാണ്. എടാ എന്റെ ഫോട്ടോ ഇവിടെ പോണേ 7 പേര് വെച്ച് സ്ട്രീറ്റ് പൊട്ടനെ പിടിച്ചോണ്ട് പൊട്ടിയെ. എടാ ഇതൊക്കെ എടുത്തു വീട്ടിൽ ഒരു ആവശ്യ സാധനം കിട്ടിയില്ലേ? ഇറങ്ങി വണ്ടി കേറി ഇതിന്റെ അകത്ത് എന്തോ വരുന്നതാ? ഈ വീട്ടിൽ ക്യാമറ ഉണ്ടോ? ക്യാമറ ഒന്നുമില്ല. പിന്നെ ക്യാമറ ഉണ്ടാവും ഇനി. ഇവിടെ സാധനങ്ങളെല്ലാം ലോടി എല്ലാരും സേഫ് ആക്കി. പൈസ ഒന്നും കളയരുത്. അയ്യോ ചോദിക്കും അല്ലേ? എന്താ സാറേ? ഹലോ അയ്യാ വീട് ഒഴിഞ്ഞ് വരെ സാറേ. ഒന്ന് തെറിയാതയ്യാ, ഒന്ന് തെറിയാതെ. സാർ നമ്മളിങ്ക ഒരു കൃഷി ഇருக்கு സാൻഡിയില്. നമ്മൾ ജലമൈത്രി പോലീസ് കൊഞ്ചം ഇത് വെള്ളം അടിച്ചുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കുടിക്കാൻ മാട്ടേ ഡ്രൈവർ മട്ടന്താ സാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് സാർ ആത്മാർത്ഥത കൂടി പോയുണ്ടോ സാർ? പ്രശ്നം ഏറുണ്ട് കേട്ടോ. ഹലോ സാർ. ഹലോ ഡ്രൈവർ മട്ടന്താ വരൂ. അല്ല വെയിറ്റ് മിഷൻ എടുത്തില്ല. മിഷൻ എടുക്കാം. മെഷീനൊക്കെ ഉണ്ടോ സാറേ? നമ്മൾ മാന്യമായിട്ട് മാസ്ക് മാസ്ക് എങ്ങനെ? ഓക്കെ